ആറ്റിങ്ങലിൽ ലോകോത്തര നിലവാരത്തിലുള്ള നീന്തൽ പരിശീലന കേന്ദ്രം. ആറ്റിങ്ങൽ TB ജംഗ്ഷനിൽ SS ഹയർ സർവീസ് ഗോഡൌണിന് സമീപത്തായി ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ തുറന്നു. മാനസിക ശാരീരിക വ്യായാമത്തിനുതകുന്ന യോഗ സെന്റർ, സൂംബ, എയറോബിക്സ്, ഡാൻസ് പരിശീലന കളരികൾ. ഇരുന്നൂറോളം പേർക്ക് ഒത്തുകൂടാൻ സൗകര്യമുള്ള AC കോൺഫറൻസ് ഹാൾ എന്നിവയും ഇതോടൊപ്പം സജ്ജമാണ്. സമ്മേളനം അടൂർ പ്രകാശ് എം ഉദ്ഘാടനം ചെയ്തു. ബ്ലൂ വേവ്സ് എന്ന ഒരു മഹത്തായ സ്ഥാപനം ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതിന് തുടക്കം കുറിക്കുവാൻ വേണ്ടി ഇതിന് നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ഇതിൻ്റെ ചുമതല നിറവേറ്റുന്ന എല്ലാവരെയും വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുക. വ്യക്തിപരമായി അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ സമ്പത്ത് കണ്ടെത്തുകയും ആ സമ്പത്ത് ഇവിടെ ചെലവഴിക്കുവാൻ തയ്യാറാവുകയും ചെയ്ത ഇതിൻ്റെ പ്രിയപ്പെട്ട ചുമതലക്കാരെ എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കും. അഡ്വക്കേറ്റ് V. ജോയ് MLA ആണ് സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായാൽ ആ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സ്വിമ്മിംഗ് സഹായിക്കും. ഇപ്പോൾ വലിയ വെള്ളപ്പൊക്കമുണ്ടായി, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് അറിയാമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് പറ്റുന്ന ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ എപ്പോഴും നമുക്ക് ഈ സ്വിമ്മിംഗ് നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിറയൻകീഴ് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. ജയകുമാർ യോഗ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫറൻസ് ഹാൾ ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ M. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നടനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഇതൊരു കേവലം ഒരു സ്വിമ്മിംഗ് പൂളെന്നോ അല്ലെങ്കിൽ ഇതൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രമെന്നോ ഒരു വ്യായാമ പരിശീലന കേന്ദ്രമോ എന്നൊക്കെയുള്ള വിശേഷണങ്ങളൊക്കെ ഇവിടെ പലരും അത് പറഞ്ഞു. അതിലൊക്കെ അപ്പുറം രണ്ട് മനുഷ്യർ, ശ്രീ ദിലീപും ശ്രീ ഗീതറും, അവര് പ്രവാസ ജീവിതം നയിച്ച് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അവര് സമ്പത്തുണ്ടാക്കി അതിന് വേണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും വലിയ ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു വ്യവസായത്തിലേക്കൊക്കെ അവർക്ക് അത് വിനിയോഗിക്കാം. അതിനുള്ള ബുദ്ധിയും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ളവരാണ് ഈ രണ്ടുപേരും. അവർ വിദേശത്തൊക്കെ നേടിയ ഒരുപാട് അറിവുകൾ, സാങ്കേതികമായും ഒക്കെ നേടിയിട്ടുള്ള അറിവുകൾ അത്തരത്തിലൊക്കെ വിനിയോഗിക്കാവുന്ന പല നന്നായി പൈസ ഉണ്ടാക്കാവുന്ന ലാഭത്തോടു കൂടി പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറം ലാഭമുണ്ടാക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഒരുപക്ഷെ അവർക്ക് തുടങ്ങാമായിരുന്നു. പക്ഷെ അവർ ചിന്തിച്ചത് അങ്ങനെയല്ല. അവരുടെ സ്വന്തം നാട്ടിൽ സമൂഹത്തിന് പ്രയോജനകരമായ ഒന്ന് വെറുതെ വെള്ളത്തിലെടുത്തിട്ടാൽ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യവും എനിക്ക് അറിയാത്തൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷെ എപ്പോഴും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ വിഷമം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. OS അംബിക MLA, CJ രാജേഷ് കുമാർ, തോട്ടക്കാട് ശശി, രാജേഷ് മാധവൻ, മാനേജിംഗ് പാർട്ട്നേഴ്സായ ദിലീപ്, ഗീതർ തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളുടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ആറ്റിങ്ങലിൻ്റെ അനിവാര്യതയായിരുന്നു. അതാണ് ബ്ലൂ വേവ് സ്വിമ്മിംഗ് പൂളിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ അജിത രാജേഷ്, നെറ്റ്ബോൾ ദേശീയ ചാമ്പ്യൻ ജിഷ്ണു ജയസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാസന്ധ്യയും അരങ്ങേറി.
ഒരിക്കലും ഞാൻ കൈയടിക്കാൻ പറയില്ല. കാര്യം ആറ്റിങ്ങിൽ നിന്ന് ഇഷ്ടംപോലെ കൈയടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ടി വിയിൽ പരിപാടി ചെയ്യുമ്പോഴും മിമിക്രി വേദി ചെയ്യുമ്പോഴും കൊല്ലമ്പുഴയൊക്കെ നിന്ന് ആവശ്യമുള്ള കൈയടിയും മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഞാൻ കൈയടി, കാര്യം ആ കൈയടിയുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത്. വളരെ സന്തോഷം. കാര്യം മിമിക്രിക്കാരൻ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലും അപ്പൂസ് ഹോട്ടലിലും ഇവിടെയൊക്കെ ആയിരുന്നു, കൊല്ലമ്പുഴ ക്യാമ്പിലും ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം മൊത്തം. അനന്താരയിൽ ഞാൻ ഇല്ല, ഇവൻ മാത്രമേ വരുള്ളൂ. അവിടെയൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഞാൻ ഇവിടെ ഇവായി, രണ്ട് സ്ഥലത്തും ആൾ വേണ്ടേ. അപ്പം ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട ഗിരിധരണ്ണനും നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് അണ്ണനും കൂടെ ചേർന്ന് ഒരു വലിയ സംരംഭം തുടങ്ങിയിരിക്കണം. ഒരുപാട് സന്തോഷം. लैला ओ लैला लैला ऐसी हो लैला